സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്ന 13 മിസ്റ്റേക്കുകളെ പറ്റിയാണ്. നമ്മൾ മിക്കവരും ഉണ്ടാക്കുന്ന ചില മിസ്റ്റേക്കുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നീട് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇതുവരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നുള്ളത്. ആദ്യമായിട്ട് മൈസെൽഫ് ജസ്റ്റിൻ തോമസ്. ഇപ്പോൾ എന്നോട് പറയണം, ആരും എന്നോടൊന്ന് പറയണം ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് പറയുന്നത്, മൈസെൽഫ് ജസ്റ്റിൻ തോമസ്, അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും, മൈസെൽഫ് ഐ ആം ജസ്റ്റിൻ തോമസ് എന്നും ചിലർ പറയാറുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും തെറ്റാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തന്നെയാണ്, ഒത്തിരി ഒന്നും വലിച്ചു നീട്ടണ്ട, ഐ ആം ജസ്റ്റിൻ തോമസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ മൈസെൽഫ് എന്നുള്ളത് ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. നമ്മളൊരു ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി സംസാരിച്ചതുമാണ്, പഠിച്ചതുമാണ് അല്ലേ. നമുക്ക് നോക്കാം അടുത്തത്, ഐ എം ഹാവിങ് 2 ബ്രദേഴ്സ്. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് 2 സഹോദരന്മാരുണ്ട് എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളൊരർത്ഥമാണ്. ഹാവിങ് എന്ന് ഇപ്പോഴും ഹാവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴുണ്ടെന്നുള്ള അർത്ഥം തന്നെയാണ് അല്ലേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ടെൻസ് പഠിക്കാൻ വേണ്ടി അല്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്, ഞാൻ നിങ്ങളോട് ഹാവ് പഠിപ്പിച്ച ഒരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എന്താണ് ഈ ഹാവിങ് എന്നുള്ളത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഒരു വെർബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും സിംഗുലർ വരുമ്പോൾ, സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കും, പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിക്കും. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാവിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സത്യത്തിൽ ഐ എം ഹാവിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഐ എം ഹാവിങ് എന്നുള്ളതല്ല ശരി, ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്നുള്ളതാണ് ശരി. അപ്പോൾ ഹീ ആണെങ്കിലോ ഹീ ഹാസ് 5 ബ്രദേഴ്സ് ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഓക്കെ, കാരണം എന്താണ്, അവിടെ ഹീ ആണ് വന്നത്, അപ്പോഴേ ഹീ ഹാസ് ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും, ഐ ഹാവ് എ കാർ. ഐ എം ഹാവിങ് എ കാർ അല്ല, ഐ ഹാവ് എ കാർ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഹാവിങ് പറയാം. ഐ എം ഹാവിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഹീ ഡു നോട്ട് ഹാവ് എ കാർ. ഓക്കെ, അവനൊരു കാറില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ശരിയാണോ? അപ്പോൾ നമ്മൾ എൻ്റെ ചാപ്റ്റർ കണ്ടിട്ടുള്ളവർക്കറിയാം അത് തെറ്റാണെന്നല്ലേ. അപ്പോൾ എവിടെയാണ് അതിൻ്റെ തെറ്റ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഹീ ഡസൻറ്റ് ഹാവ് എ കാർ. കാരണം എന്താണ്, ഹാസ് എന്നുള്ളത് അപ്പോൾ ഹീ വരുമ്പോൾ ഹീ ഹാസ് എ കാർ, അവൻ്റെ കാറുണ്ട്. അവന് കാറില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും, നമ്മൾ ആ ഹാസിനെ എടുത്ത് പിരിച്ചെഴുതും അല്ലേ. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് എങ്ങനെ പിരിച്ചെഴുതാം എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോഴെന്താണ്, ഹീ ഡസ് നോട്ട് കഴിഞ്ഞ് പിന്നെ ഇത് വരും, ഹാസ് വരില്ല, ഹാവ് എ കാർ അല്ലേ. ഹീ ആയതുകൊണ്ട്, ഹീ സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് വന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ കാർ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഹീ ഡസ് നോട്ട് ഹാവ് എ കാർ എന്നുള്ളതാണ് ശരി. ഹീ ഡു നോട്ട് ഹാവ് എ കാർ എന്നുള്ളത് തെറ്റാണ്. ഡസ് ഹി ഹാസ് എ കാർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡസ് ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോഴെന്താണ് ഡസ് ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ ഡസ് ഹി ഹാവ് എ കാർ എന്നുള്ളതാണ് ശരി. ഓക്കെ, ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, ഡു യു ഹാവ് എ കാർ. ഓക്കെ, നിനക്കൊരു കാർ ഉണ്ടെന്നാണ് ഡു യു ഹാവ് എ കാർ. ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, ടുഡേ ഓഫീസ് ഈസ് ദർ. ഓക്കെ, നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു ഓഫീസ് ഈസ് ദർ ടുഡേ അല്ലെങ്കിൽ ഓഫീസ് ഈസ് ദർ ടുമോറോ. ഓക്കെ, നാളെ ഓഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഓഫീസ് ഉണ്ടോ, ഇന്ന് ഓഫീസ് വർക്കിംഗ് ആണോ എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ അർത്ഥം എന്താണ്, ഓഫീസ് അവിടെ ഉണ്ടോ എന്നുള്ളൊരു അർത്ഥമായിപ്പോയി അല്ലേ. അതായത് ഓഫീസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമായിപ്പോയി. കാരണം ഓഫീസ് അവിടെ ഉണ്ടോ എന്നുള്ള ഒരു അർത്ഥമായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തെറ്റാണിത്. ഓക്കെ, അപ്പോഴെന്താണ് ചോദിക്കേണ്ടത്, ഈസ് ടുഡേ എ വർക്കിംഗ് ഡേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അത് ഓഫീസ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോയോ എന്നുള്ളതല്ല ചോദിക്കേണ്ടത്. ആർ വി വർക്കിംഗ് ടുമോറോ. ഓക്കെ, നമുക്ക് നാളെ ഓഫീസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുള്ള ചോദ്യം തന്നെയാണത്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നാളെ വർക്കിംഗ് ഡേ ആണോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. ഓക്കെ, ആർ വി വർക്കിംഗ് ടുഡേ, ടുമോറോ അല്ലെങ്കിൽ ടുഡേ ആണെങ്കിലും ഓക്കെ അവിടെ അപ്പോഴേ ഉത്തരമായിട്ട് പറയാം യെസ് വി ആർ വർക്കിംഗ്. ഓക്കെ, അല്ലെങ്കിൽ നോ വി ആറിൻറ്റ് വർക്കിംഗ്. ഓക്കെ, അവിടെ മൊത്തം പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. യെസ് വി ആർ എന്ന് പറഞ്ഞാൽ മാത്രം മതി, അവിടെ വർക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ വി ആർ ഇൻറ്റ് എന്ന് മാത്രം പറഞ്ഞാലും മതി, വി ആർ നോട്ട് വർക്കിംഗ് എന്ന് മൊത്തത്തിൽ പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ,
സെക്കൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ബോൾ. നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പറയത്തില്ല ഇത് സെക്കൻഡ് ലാസ്റ്റ് ബോളാണെന്ന് പറയത്തില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ എന്നാണ് ഈ അവസാനത്തിന് മുമ്പുള്ളതിനാണല്ലോ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോഴെന്താണെന്ന് പറഞ്ഞ് സെക്കൻഡ് ടു ലാസ്റ്റ് എന്നാണ് എൻ്റെ അർത്ഥം, എന്നാണ് കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ്. സെക്കൻഡ് ടു ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആ അവസാനത്തിന് തൊട്ട് മുമ്പുള്ളത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് ടു ലാസ്റ്റ് ഓഫ് മൈ വെക്കേഷൻ ഇൻ കേരള. ഓക്കെ, എൻ്റെ വെക്കേഷൻ തീരെയാണ്, അപ്പോഴേ ഒരു ദിവസം കൂടെ ഉള്ളൂ, അപ്പോഴേ അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹി ഡിഡ് നോട്ട് വെൻ ദെയർ ലാസ്റ്റ് വീക്ക്. ഓക്കെ, അവൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ പഠിച്ചെന്താണ്? വെൻറ്റ് ഈസ് ഈക്വൽ ടു ഡേറ്റ് പ്ലസ് ഗോ ആണ്. അപ്പോഴെന്താണ്? V2 ഈസ് ഈക്വൽ ടു ഡേറ്റ് പ്ലസ് V1 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പഴയ ചാപ്റ്ററൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പെല്ലാം അറിയാം അല്ലേ? അപ്പോഴെന്താണ്? ഹി ഡിഡ് നോട്ട് ഗോ ദെയർ ലാസ്റ്റ് വീക്ക്. അതാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ടുള്ളതാണ് ഞാൻ ഓഫീസിലേക്ക് നടന്നാണ് വരുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ കം ടു ദ ഓഫീസ് ബൈ വാക്ക് എന്ന് നമ്മൾ, അത് ശരിയല്ല, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതാണ്? ഇങ്ങനെയാണ് പറയുന്നത്, ഐ വാക്ക് ടു ദ ഓഫീസ്. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് നടന്നാണ് സാധാരണ വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഓക്കെ, ഇത് ടെൻസാണ് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, സാധാരണ ചെയ്യുന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് പറയാം, ഐ കം ടു ദ ഓഫീസ് ഓൺ ഫൂട്ട്. ശ്രദ്ധിക്കുക, ഓൺ ഫൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബൈ കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയാണ് ഐ കം ടു ഓഫീസ് ബൈ കാർ, അല്ലെങ്കിൽ ബൈ ബസ്, ബൈ ബൈക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി മൈ ഹൗസ് ഈസ് ഇൻ ദ 4th floor. ഓക്കെ, കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ? എന്താണ്? അവിടെ ഇന്നല്ലായിരുന്നു വരേണ്ടത്, ഓൺ ദ 4th floor എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അവർ ക്ലാസ് റൂം ഈസ് ഓൺ ദ 3rd floor. ഓക്കെ, ഇൻ ദ അല്ല, ഓൺ ദ ആണ് കൃത്യമായിട്ടുള്ളത്. അടുത്തായിട്ട് ഹിസ് സൺ ഇൻ ലോസ് ലീവ്സ് ഇൻ US. ഓക്കെ, എന്താണ്? അദ്ദേഹത്തിൻ്റെ മരുമക്കൾ എവിടെയാണ്? US താമസിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുമകനാണ്. അപ്പോൾ സൺ ഇൻ ലോസ് എന്ന് പറയുമ്പോൾ മരുമക്കൾ എന്നുള്ളൊരു അർത്ഥമാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ അതിനകത്തൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഹിസ് സൺസ് ഇൻ ലോ എന്നുള്ളതാണ് കറക്റ്റ്. സൺസ് ഇൻ ലോ. അപ്പോഴെന്താണ്? സഹോദരൻ, പിന്നെ വകയിലുള്ള സഹോദരങ്ങൾ, കല്യാണം കഴിച്ച് മൂലമുണ്ടായിട്ടുള്ള സഹോദരങ്ങളാണ് എങ്ങനെ പറയാൻ പറ്റും? ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധാരണ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇൻ ലോ ഒക്കെ എന്നാണ് പറയുന്നത്. അടുത്തത് ഹീ ഹാസ് വൈറ്റ് ഹെയർസ്. ഓക്കെ, എന്താണ്? അദ്ദേഹത്തിന് പിന്നെ നരച്ച മുടികളുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ രണ്ട് തെറ്റാണുള്ളത്. എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക, ഹീ ഹാസ് ഗ്രേ ഹെയർ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. വൈറ്റ് എന്നല്ല പറയുന്നത്, ഗ്രേ ഹെയർ, നരച്ച മുടി തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴും ഹെയർസ് എന്ന് പറയാറില്ല, കാരണം നമുക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒന്നാണ് അല്ലേ? അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. ഇനി ഐ പ്രിഫർ ബീഫ് ദാൻ ചിക്കൻ. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്താണ്? ഇപ്പം നിങ്ങൾ എനിക്ക് ബീഫും ചിക്കനും കറി വെച്ചിട്ട് അടുത്ത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബീഫ് കറി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ കറി എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്താണ്? ഐ പ്രിഫർ ബീഫ് ടു ചിക്കൻ എന്നുള്ളതാണ് കറക്റ്റ്, ദാൻ അല്ല, ബീഫ് ടു ചിക്കൻ. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ എനിക്ക് കൂടുതൽ താല്പര്യം ഏതാണ്? ബീഫാണ്. ഇനിയിപ്പോഴെന്താണ്? റൈറ്റ് എക്സാം, അല്ലെങ്കിൽ എന്നാ ഐ റോട്ട് മൈ ഫിസിക്സ് എക്സാം ലാസ്റ്റ് ഡേ. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളെല്ലാവരും പഠിച്ച അല്ലേ? എന്താണ്? എക്സാം എഴുതുക എന്നുള്ളതിന് റൈറ്റ് എക്സാം എന്ന് പറയാറില്ല. അത് ശരിയല്ല, അത് തെറ്റാണ്, ഇംഗ്ലീഷിൽ തെറ്റാണ്. അപ്പോഴെന്താണ് പറഞ്ഞാൽ? ടേക്ക് എക്സാം എന്ന് പറയാം, അല്ലെങ്കിൽ സിറ്റ് ഫോർ എക്സാം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫിസിക്സ് എക്സാം എഴുതിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ടുക്ക് മൈ ഫിസിക്സ് എക്സാം ലാസ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊന്നാണ്, അവസാനത്തെയാണ്. എന്താണ്? സ്വപ്നം കാണുക എന്നുള്ളതിന് സോ എ ഡ്രീം. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? സാധാരണ നമ്മൾ സ്വപ്നം കാണാൻ പോകണമെന്ന് നമുക്കറിയത്തില്ലോ, കണ്ടു കഴിഞ്ഞില്ലേ നമ്മൾ പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടെന്ന് അല്ലേ? അപ്പോഴാ സോ എ ഡ്രീം എന്നുള്ളതല്ല പറയുന്നത്, ഹാഡ് എ ഡ്രീം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അപ്പോൾ നമ്മളൊന്ന് പരിശീലിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.